Hi friends, it's me SK from SK Tech and Entertainment Media. ഈ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല സോഫ്റ്റ്വെയറുകളും ഞാൻ പരിചയപ്പെടുത്തുന്നു. ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ എൻ്റെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയുണ്ടായി ലൈൻ കമാൻഡ് എന്താണ്, അതെങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്, അതിനകത്ത് എന്തൊക്കെ ഓപ്ഷനുണ്ട്, എത്ര തരം രീതിയിൽ നമ്മൾക്ക് ലൈൻ വരയ്ക്കാം എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കണ്ടിട്ടതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ എപ്പിസോഡ് കാണാൻ വരിക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് കമാൻഡാണ്. ഒന്ന് പോളിലൈൻ, രണ്ട് സർക്കിൾ. ഈ രണ്ട് കമാൻഡാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. പോളിലൈൻ നമ്മൾക്ക് എന്താണ്, പോളിലൈൻ എങ്ങനെ യൂസ് ചെയ്യാം, എവിടെ യൂസ് ചെയ്യാം, എങ്ങനെ പോളിലൈൻ എടുക്കാം, ഏതെല്ലാം രീതിയിൽ വരയ്ക്കാം, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, അതുപോലെ സർക്കിൾ, നമ്മളൊരു സർക്കിൾ എങ്ങനെ നമ്മൾക്ക് വരയ്ക്കാം, അത് എത്ര രീതിയിൽ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ആദ്യമായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിലൈൻ എന്നൊരു കമൻറ്റാണ്. ആദ്യമായി നമ്മൾക്ക് ലൈനിൽ നിന്നും പോളിലൈൻ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ലൈനിൽ നിന്നും പോളിലൈൻ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിനായി ഞാൻ രണ്ട് റെക്റ്റാങ്കുലർ വരച്ചിട്ടുണ്ട്, ഒരു വൈറ്റ് കളർ, ഒരു യെല്ലോ കളർ. ഞാൻ വൈറ്റ് കളറിൽ വരച്ചേക്കുന്നത് ലൈൻ വെച്ച് വരച്ചേക്കുന്ന ഒരു റെക്റ്റാങ്കുലറാണ്. ലൈൻ വെച്ച് വരച്ചേക്കുന്ന ഒരു റെക്റ്റാങ്കുലറാണ്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വൈറ്റ് കളറിൽ കാണപ്പെടുന്നത്. എന്നാൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ഞാൻ പോളിലൈനിൽ വരച്ചൊരു റെക്റ്റാങ്കുലറാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ വൈറ്റ് കളറിലുള്ള ഓബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ലൈനായിട്ടാണ് നമുക്ക് സെലക്ട് ആവുന്നത്. പാർട്ടായിട്ട് ഓരോ ലൈനായിട്ടാണ് സെലക്ട് ആവുന്നത്. എന്നാൽ റൈറ്റ് സൈഡിലെ റെക്റ്റാങ്കുലറിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓരോ ഓബ്ജക്റ്റായിട്ട് സെലക്ട് ആവുന്നത് കാണാം. ഇതാണ് മെയിൻ ഡിഫറൻസ്. പോളിലൈനും ലൈനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഇതാണ്. അതായത് നമ്മൾ പോളിലൈൻ ഉപയോഗിച്ച് വരയ്ക്കുന്ന ഒരു ഓബ്ജക്റ്റ്, അതിനെ ഒരു ഓബ്ജക്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കമാൻഡാണ് പോളിലൈൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലൈനിൽ വരയ്ക്കുമ്പോൾ നമ്മൾക്ക് ഓരോ ലൈനായിട്ട് നമ്മൾക്ക് സെലക്ട് ആവും. എന്നാൽ നമ്മൾ പോളിലൈനിൽ വരയ്ക്കുമ്പോൾ അതൊരു ഓബ്ജക്റ്റായിട്ട് സെലക്ട് ആവുകയും ചെയ്യുന്നു. ഇതാണ് പോളിലൈനും ലൈനും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് അടുത്തതായി പോളിലൈൻ എങ്ങനെയൊക്കെ എടുക്കാം, എവിടുന്നൊക്കെ പോളിലൈൻ കമാൻഡ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നമ്മൾ ലൈൻ പഠിച്ചതുപോലെ നമുക്ക് ഡ്രോയിങ് ടൂൾ ബാറിൽ നമ്മൾക്ക് ചെന്ന് കഴിഞ്ഞാൽ പോളിലൈൻ കമാൻഡ് കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി നമ്മൾ ഡ്രോയിങ് ടൂൾ ബാറിൽ പോകുന്നു. ഡ്രോയിങ് ടൂൾ ബാറിൽ നമ്മൾക്ക് കാണാം മുകളിൽ പോളിലൈൻ എന്ന ഓപ്ഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പോളിലൈൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പോളിലൈൻ ഡ്രോയിങ് ടൂൾ ബാറിൽ മുകളിൽ പോളിലൈൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൗസ് പോയിന്റർ വെച്ച് നമ്മൾ ഡ്രോയിങ് വരച്ച് സെയിം അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി നമ്മൾക്ക് ഡ്രോയിങ് ടൂൾ ബാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പോളിലൈൻ കമാൻഡ് കിട്ടും. അതിനുശേഷം നമ്മൾ പോളിലൈൻ യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ഡ്രോയിങ് ടൂൾ ബാർ ഡ്രോയിങ് പഠിച്ചതുപോലെ, ഡ്രോയിങ്ങിൻ്റെ കമാൻഡ് നമ്മൾ പഠിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ്. അതിനൊരു കമാൻഡ് ഉണ്ട്. പോളിലൈൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PL എന്നാണ്. നമ്മൾ PL അത് കഴിഞ്ഞ ശേഷം എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോളിലൈൻ കമാൻഡിലോട്ട് കയറി കഴിഞ്ഞു. അതായത് PL എൻ്റർ. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ കമാൻഡിനകത്ത് കയറി നമ്മൾ ആ പോളിലൈൻ കമാൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾക്ക് പഴയതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? PL എന്നാണ് പോളിലൈൻ കമാൻഡിൻ്റെ ഷോർട്ട് കട്ട്. PL എന്ന് എഴുതി എൻ്റർ ചെയ്തതിന് ശേഷം PL എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ നമ്മൾ പോളിലൈൻ കമാൻഡിലോട്ട് കടക്കും. മൂന്നാമതായി പോളിലൈൻ എന്ന് ഫുള്ളായി എഴുതി കഴിഞ്ഞാലും നമ്മൾക്ക് കമാൻഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും. പോളിലൈൻ എന്ന ഫുള്ളായി നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് കമാൻഡിൽ കയറാൻ സാധിക്കും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാനിപ്പോൾ പോളി എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വരികയുണ്ടായി പോളിലൈൻ, P-ലൈൻ എന്നുള്ളത് കമാൻഡ് നമ്മൾക്ക് കാണിക്കുകയുണ്ടായി. സെലക്ട് ചെയ്യുക, നമ്മൾക്ക് ഇഷ്ടാനുസരണം നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾക്ക് ഡ്രോയിങ് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് പോളിലൈൻ കമാൻഡുകൾ. നമ്മളിപ്പോൾ 3 രീതിയിൽ കമാൻഡുകൾ സെലക്ട് ചെയ്യാൻ പഠിച്ചു. ഒന്ന് ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്ന് പഠിച്ചു. രണ്ടാമതായിട്ട് കമൻറ്റ് ബോക്സിൽ 2 ടൈപ്പിൽ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് കമൻഡ് PL എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടും. കൂടാതെ പോളിലൈൻ എന്ന്
ഫുള്ള് സെലക്ട് ചെയ്ത് പോളിലൈൻ എന്ന് മൊത്തമായി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താലും നമ്മൾക്ക് പോളിലൈൻ കമൻറ്റിലോട്ട് കയറാൻ സാധിക്കും. അടുത്തതായി നമ്മൾക്ക് നോക്കാം പോളിലൈൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഡ്രോയിങ് വരയ്ക്കാമെന്ന്. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പോളിലൈൻ ഉപയോഗിച്ച് നമ്മൾക്ക് എങ്ങനെ ഒരു ഡ്രോയിങ് വരയ്ക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് എന്തൊക്കെയാണ്? പോളിലൈൻ്റെ വ്യത്യാസം പഠിച്ചു, എന്താണെന്നുള്ളത്, പോളിലൈൻ ലൈനിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട് പോളിലൈൻ ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് സെലക്ട് ചെയ്യാം, കമൻറ്റ് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാമെന്ന് പഠിച്ചു. മൂന്നാമത് നമ്മൾ പോളിലൈൻ ഉപയോഗിച്ചൊരു ഓബ്ജക്റ്റിനെ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായി ഞാൻ പോളിലൈൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കമൻറ്റ് ബോക്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4-5 ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. ശരിയല്ലേ? ആർക്ക്, ഹാഫ് വിഡ്ത്ത്, ലെങ്ത്, അണ്ടോ, വിഡ്ത്ത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു ഡയമെൻഷനിൽ ക്ലിക്ക് ചെയ്തു, ഒരു ഡയമെൻഷനിൽ ഒരു ലെങ്ത് ഒരു ലൈൻ വരച്ചു. ലൈൻ വരച്ചതിന് ശേഷം എനിക്ക് മുകളിലോട്ട് ഞാനൊരു വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനൊരു റെക്റ്റാങ്കുലർ വരച്ചു, ഒരു റെക്റ്റാങ്കുലർ പോലെ വരച്ചിട്ട് എനിക്ക് മുകളിൽ ആർക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴെ കമൻറ്റ് ബോക്സിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ആർക്ക്, ക്ലോസ്, ഹാഫ് വിഡ്ത്ത്, ലെങ്ത് എന്നുള്ള ഓപ്ഷനുകൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആർക്കിൽ ഒന്നുകിൽ നമ്മൾ മൗസ് പോയിന്റർ കൊണ്ട് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്കൊരു ആർക്ക് ഫോം ആയിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് ആ ആർക്കിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആർക്കിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരും. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ ആർക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലായിരിക്കും കാണിക്കുന്നത്. എന്നാൽ ഞാൻ അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആർക്ക് കമൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം, പോളിലൈനിൽ ആർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ആർക്കിൻ്റെ ഡയറക്ഷൻ നമ്മൾക്ക് റിവൈസ് ചെയ്യുക, മീൻസ് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് ഞാൻ വേണ്ട റിക്വയർമെൻറ്റ് ഞാൻ അടിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിനുശേഷവും നമ്മൾക്ക് സ്ട്രെയിറ്റ് കമൻറ്റിന് പകരം ആർക്കാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനൊരു ലൈൻ ആക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈൻ എന്ന ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ലൈൻ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്താലും മതി, അല്ല എന്നുണ്ടെങ്കിൽ എൽ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താലും നമ്മൾക്ക് ലൈൻ എന്ന കമൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഓബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓബ്ജക്റ്റ് വരച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു പോളിലൈൻ കമാൻഡ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾക്കൊരു ഡ്രോയിങ് വരയ്ക്കാമെന്ന് നമ്മൾ പഠിച്ചു. അടുത്തതായി നമ്മൾക്ക് പോളിലൈന് വിഡ്ത്ത് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനാദ്യമായിട്ട് പോളിലൈൻ സെലക്ട് ചെയ്യുക. പോളിലൈൻ സെലക്ട് ചെയ്ത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വിഡ്ത്ത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ വിഡ്ത്തിന് W എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചോദിക്കും സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് വിഡ്ത്ത്. നമുക്ക് സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ എനിക്ക് സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് കൊടുക്കാം. അല്ല, അപ്പം ഞാൻ സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് 0 പ്രസ് ചെയ്തു. അതുകൂടാതെ എനിക്ക് വേണ്ടത് വിഡ്ത്ത് ഒരു 200 ആണ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ എൻഡ് വിഡ്ത്ത് നമുക്ക് ആ ലൈന് 200 വരും. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ലൈനും 200-ലായിരിക്കും അവസാനിക്കുന്നത്. എനിക്ക് വീണ്ടും ആ വിഡ്ത്ത് 0 ആക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ വീണ്ടും ആ ഓപ്ഷനിൽ പോവുക, വിഡ്ത്തിൽ പോവുക, സ്പെസിഫൈ വിഡ്ത്ത്, സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് 0 എൻ്റർ ചെയ്യുക, എൻഡിങ് വിഡ്ത്ത് 0. അപ്പോൾ പഴയതുപോലെ ലൈൻ വരും. മനസ്സിലായോ? അപ്പം നമ്മൾക്ക് പോളിലൈനകത്ത് വിഡ്ത്ത് കൊടുക്കാനൊരു ഓപ്ഷൻ കൂടിയുണ്ട്. വിഡ്ത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ലൈൻ ആദ്യം സെലക്ട് ചെയ്യുക, പോളിലൈൻ സെലക്ട് ചെയ്യുക, എവിടെയെങ്കിലും ഏതെങ്കിലും ബേസ് പോയിന്റ് കൊടുക്കുക. ബേസ് പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കാണിക്കും. ഓപ്ഷനകത്ത് വിഡ്ത്ത് എന്നൊരു ഓപ്ഷനുണ്ട്. വിഡ്ത്തിന് W എൻ്റർ കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വിഡ്ത്തിന് ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്താലും മൗസ് പോയിന്റർ വെച്ച് ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ ഓപ്ഷൻ കിട്ടും. അതിനുശേഷം നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ട, സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് കൊടുക്കുക, എൻഡിങ് വിഡ്ത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വരയ്ക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ഒരേ വിഡ്ത്ത് വേണം, അല്ലെ ഒരേ വിഡ്ത്താണ് വേണ്ടതെങ്കിൽ സ്റ്റാർട്ടിംഗ് വിഡ്ത്തും എൻഡിങ് വിഡ്ത്തും ഒരേ വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരേ അളവിനുള്ള, ഒരേ കട്ടിക്കുള്ള, അല്ലെ ഒരേ വിഡ്ത്തിലുള്ള ലൈൻ നമ്മൾക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പോളിലൈനിൽ വിഡ്ത്ത് സെറ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈനെ എങ്ങനെ പോളിലൈനായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നും പോളിലൈനെ എങ്ങനെ ലൈനായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ്. നമ്മൾക്ക് ആദ്യം നോക്കാം ലൈനെ പോളിലൈനായി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്.
ലൈനെ നമുക്ക് പോളിലൈനായി മാറ്റാനുള്ള കമാൻഡാണ് PE, പോളിലൈൻ എഡിറ്റ്. മനസ്സിലാവും? PE എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളിലൈൻ എഡിറ്റ്. അപ്പോൾ ആദ്യത്തെ ഓബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, യെസ് കൊടുക്കുക, Y എൻ്റർ ചെയ്യുക. നമ്മൾക്ക് ജോയിൻ ചെയ്യണം, നമ്മുടെ ലൈനെ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ജോയിൻ ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് നോക്കാം, നമ്മൾ ആ ലൈനിൽ സെലക്ട് ചെയ്ത ഏതൊക്കെ ലൈനാണോ അത് പോളി ലൈനായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് ചെയ്ത് ലൈനെ പോളി ലൈനായിട്ട് മാറ്റിയത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ PE എന്ന് പ്രസ് ചെയ്യുന്നു, PE എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ സെലക്ട് ലൈൻ കൊടുക്കുന്നു, അതിനുശേഷം YS കൊടുക്കുന്നു. എസിന് ശേഷം നമ്മൾക്ക് ഓപ്ഷൻ കാണാൻ അത് ജോയിൻറ്റ്. അതിനുശേഷം നമ്മൾ ഏതൊക്കെ ലൈനാണോ നമ്മൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, വീണ്ടും എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നമ്മൾ ഏതൊക്കെ ലൈനാണോ സെലക്ട് ചെയ്തത് അത് പോളി ലൈനിലോട്ട് കൺവേർട്ട് ആയിരിക്കുന്നത് കാണാം. അടുത്തത് നമ്മൾ പോളി ലൈനിൽ വരച്ച ഒരു ഒബ്ജക്റ്റ്, അതിനെ എങ്ങനെ നമ്മൾക്ക് ലൈനിൽ വരച്ച ഒബ്ജക്റ്റ് ആക്കാം? നമുക്ക് പോളി ലൈനെ ലൈനായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കമാൻഡാണ് എക്സ്പ്ലോഡ്. EXPLODE, എക്സ്പ്ലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കും സെലക്ട് ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റിനെയാണ് എക്സ്പ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾക്ക് ഏത് ഒബ്ജക്റ്റാണ് വേണ്ടത്? ആ പോളി ലൈനിൽ ചെയ്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. കാണാൻ സാധിക്കും, ഓരോ ലൈനായിട്ട് മാറിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് രണ്ട് ഓപ്ഷനുകൾ. എന്താണ്? നമ്മൾ പോളി ലൈനാക്കി മാറ്റാനും പോളി ലൈനെ ലൈനാക്കി മാറ്റാനും ലൈനെ പോളി ലൈനാക്കി മാറ്റാനുള്ള രണ്ട് ഓപ്ഷനുകളാണ് നിങ്ങൾ കണ്ടത്. പോളി ലൈനാക്കി മാറ്റാനും വേണ്ടിയിട്ട് നമ്മൾ PE എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളി ലൈൻ ആക്കുന്ന കമാൻഡ് കിട്ടും. പോളി ലൈനെ ലൈനാക്കി മാറ്റാൻ എക്സ്പ്ലോഡ് എന്ന കമാൻഡിനെ പറ്റി നമ്മൾ പഠിച്ചു. നമ്മൾ ഇപ്പോൾ പഠിച്ചത് പോളിലൈൻ എന്ന കമൻറ്റിനെ പറ്റിയാണ്. പോളിലൈനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുക്കുന്നതാണ്, അതിലേക്ക് നിങ്ങൾ മെയിൽ അയക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾ കമാൻഡാണ്. അപ്പോൾ നമ്മൾ പഴയ കമാൻഡുകൾ പഠിച്ചതുപോലെ തന്നെ സർക്കിൾ നമുക്ക് 3 രീതിയിൽ എടുക്കാൻ പറ്റും. സർക്കിൾ കമാൻഡിൽ നമുക്ക് 3 രീതിയിൽ പോകാൻ പറ്റും. അതിലൊന്നാമത് ഡ്രോയിങ് ടൂൾ ബാർ. നമ്മൾ ഡ്രോയിങ് ടൂൾ ബാറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് സർക്കിൾ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നിങ്ങൾക്കൊരു ഓപ്ഷനും കൂടി കാണാൻ സാധിക്കും. കുറേയധികം സർക്കിളിൻ്റെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സർക്കിളിൽ ക്ലിക്ക് ചെയ്യുന്നു. സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോമൺ ആയിട്ടൊരു സർക്കിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർക്കിൾ ക്ലിക്ക് ചെയ്ത് വരയ്ക്കാൻ സാധിക്കും. അത് നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. നമ്മൾ വെറും സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് റേഡിയസ് കൊടുത്ത് വരയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ കൊടുക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾക്ക് ചോദിക്കുന്നത്, നമ്മൾ സർക്കിൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും താഴെ ചോദിക്കുന്നത് സർക്കിൾ റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് എത്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സർക്കിൾ വരയ്ക്കാം. ആ റേഡിയസിലുള്ള സർക്കിൾ നമുക്ക് കിട്ടും. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിൻ്റെ കൂടെ തന്നെ ഡയമീറ്റർ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് അതിനകത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡയലോഗ് ബോക്സിൽ നോക്കിയാൽ അറിയാം, അതിനകത്ത് ഡയമീറ്റർ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം നമുക്ക് ഡയമീറ്റർ വെച്ചും നമുക്ക് സർക്കിൾ വരയ്ക്കാം, രണ്ടാമതായിട്ട് റേഡിയസ് വെച്ചും സർക്കിൾ വരയ്ക്കാം. അപ്പം ഡയമീറ്റർ വെച്ച് നമുക്ക് സർക്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ D എൻ്റർ ചെയ്തതിന് ശേഷം ഡയമീറ്റർ എൻ്റർ ചെയ്യുക. എന്ന് വെച്ചാൽ സർക്കിൾ സെലക്ട് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ പോയിന്റ് പ്രസ് ചെയ്യുക, സെൻറ്റർ പോയിന്റ് കൊടുക്കുക. സെൻറ്റർ പോയിന്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ല ഡയമീറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഡയമീറ്ററിന് D എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയമീറ്റർ എൻ്റർ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഡയമീറ്റർ ആണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ D എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്താൽ എനിക്ക് ഡയമീറ്റർ ചോദിക്കും. നിങ്ങൾക്ക് താഴെ മനസ്സിലാകും, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചോദിക്കുന്നുണ്ട് സ്പെസിഫൈ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ നമുക്ക് എത്രയാണ് ഡയമീറ്റർ എന്ന് വെച്ചാൽ ആ ഡയമീറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡയമീറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡയമീറ്ററുള്ള ഒരു സർക്കിൾ അവിടെ കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കമൻ്റ് എടുത്തത് ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്നും സർക്കിൾ എടുത്ത് സെൻറ്റർ പോയിന്റ് കൊടുത്തു. സെൻറ്റർ പോയിന്റിന് ശേഷം റേഡിയസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ല സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ D എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയമീറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഏത് ഡയമീറ്ററിൽ വേണോ ആ ഡയമീറ്ററിലുള്ള സർക്കിൾ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമതായി സർക്കിളിനുള്ള കമാൻഡ് C ആണ്. സർക്കിളിനുള്ള കമാൻഡ് C എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സർക്കിൾ കമാൻഡിലോട്ട് പോകാൻ സാധിക്കും.
എങ്ങനെയാണ്? സി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് ബോക്സിൽ സി എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് സർക്കിൾ കമാൻഡിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് റേഡിയസ് കൊടുക്കണമെങ്കിൽ റേഡിയസ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയമീറ്റർ കൊടുക്കാം. ഇത് കൂടാതെ മൂന്നാമതായിട്ട് നമ്മൾക്ക് സർക്കിളിൽ പോകാനുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ എന്ന് കമാൻഡ് ബോക്സിൽ പൂർണ്ണമായും ടൈപ്പ് ചെയ്യുക. പൂർണ്ണമായും ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്താലും നിങ്ങൾക്ക് സർക്കിളിലോട്ട് കയറാൻ സാധിക്കുന്നതാണ്, സർക്കിൾ കമാൻഡിലോട്ട് കയറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 3 രീതി പഠിച്ചു. സർക്കിൾ കമാൻഡ് ഡ്രോയിങ് ടൂൾ ബാറിൽ പോയി എടുക്കുന്നത് പഠിച്ചു. രണ്ടാമതായി സർക്കിൾ കമാൻഡിൻ്റെ ഷോർട്ട് കീ എന്താണെന്നുള്ളത് പഠിച്ചു. സി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമാൻഡിലോട്ട് സർക്കിളിലോട്ട് കയറാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായി നമ്മൾ പഠിച്ചു കമാൻഡ് ബോക്സിൽ സർക്കിൾ എന്ന് പൂർണ്ണമായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ ചെയ്താലും സർക്കിളിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 രീതി സർക്കിൾ വരയ്ക്കുന്നത് പഠിച്ചു. ഒന്ന് റേഡിയസ് കൊടുത്ത് സർക്കിൾ വരയ്ക്കുന്നത്, രണ്ടാമത് ഡയമീറ്റർ കൊടുത്ത് സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് റേഡിയസും ഡയമീറ്ററും കൊടുത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ഡ്രോയിങ് ടൂൾ ബാറിൽ നോക്കുകയാണെങ്കിൽ സർക്കിളിന് താഴെ ഒരു ഓപ്ഷനുണ്ട്, ഒരു ആരോ ബട്ടൺ ഉണ്ട്. ആ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചധികം ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ സെൻറ്റർ റേഡിയസ് നമ്മൾ പഠിച്ചു, സെൻറ്റർ ഡയമീറ്റർ നമ്മൾ പഠിച്ചു. അടുത്തത് 2 പോയിന്റ് 3 പോയിന്റ് ടാൻ റേഡിയസ് ടാൻ. നമുക്കിതെന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മൾക്ക് നോക്കാം സർക്കിളിൽ 2 പോയിന്റ് ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സർക്കിളിൽ താഴോട്ടൊരു ആരോ ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം ഓപ്ഷനുകൾ കാണാൻ, അതിനകത്ത് 2 പോയിന്റ് കാണാൻ സാധിക്കും. നമ്മൾ ആ 2 പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് ഈ ഒരു റെക്റ്റാങ്കുലറിൽ അകത്താണ് എനിക്ക് വേണ്ടത്. എനിക്ക് അതിനകത്താണ് എൻ്റെ സർക്കിൾ നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 പോയിന്റ് കൊടുക്കുന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2 പോയിന്റ്. ആ 2 പോയിന്റിനകത്ത് ആണ് ആ സർക്കിൾ വന്നിരിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ സർക്കിൾ എടുക്കുന്നു. സർക്കിൾ എടുത്തതിന് ശേഷം 2 പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. 2 പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഏത് 2 പോയിന്റിനകത്താണോ സർക്കിൾ വരേണ്ടത് ആ പോയിന്റ് 2 ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ സർക്കിൾ എനിക്ക് അവിടെ കിട്ടി. അടുത്തത് 3 പോയിന്റ്. സെയിം അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 പോയിന്റ്. എനിക്ക് ഈ ട്രയാങ്കിളിനകത്താണ് വേണ്ടത്. ഞാൻ 3 പോയിന്റ് കൊടുത്തു. ആ 3 പോയിന്റ് കണക്റ്റായിട്ട് എനിക്ക് ആ സർക്കിൾ അവിടെ കിട്ടി. ഇതാണ് 2 ഓപ്ഷനുകൾ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാൻ റേഡിയസ്. അപ്പോൾ ഞാൻ ആ ടാൻ റേഡിയസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ 2 സർക്കിൾ വരച്ചിട്ടേക്കുന്നു. ആ സർക്കിളിൻ്റെ 2 ടാൻജൻറ്റ് പോയിന്റുകൾ സ്പെസിഫൈ ചെയ്യുന്നു. അതിനുശേഷം റേഡിയസ് കൊടുക്കുന്നു. റേഡിയസ് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ആ 2 ടാൻജൻറ്റിൻ്റെ ഇടയ്ക്കായിട്ട് എനിക്ക് ഞാൻ കൊടുത്ത റേഡിയസിലൊരു ഒരു സർക്കിൾ അവിടെ വന്നു. അതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത് ടാൻ പോയിന്റ്. അതിനായി ഞാൻ വീണ്ടും ടാൻ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം 3 സർക്കിളിൻ്റെ 3 ടാൻ പോയിന്റ് കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ 3 ടാൻ പോയിന്റ് കൊടുത്തതിനകത്ത് എനിക്ക് ആ സർക്കിൾ കിട്ടി. ഞാൻ കൊടുത്ത 3 ടാൻ പോയിന്റിലും ടച്ച് ചെയ്താണ് ആ സർക്കിൾ വന്നേക്കുന്നത്. ഇതാണ് സർക്കിൾ വരയ്ക്കാനുള്ള പലവിധമായ ഓപ്ഷനുകൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ നമ്മൾ റേഡിയസ് കൊടുത്ത് വരച്ചു, ഡയമീറ്റർ കൊടുത്ത് വരച്ചു, അതുപോലെ 2 പോയിന്റ് കൊടുത്ത് വരച്ചു, 3 പോയിന്റ് കൊടുത്ത് വരച്ചു, 3 ടാൻ പോയിന്റ് കൊടുത്ത് വരച്ചു, 2 ടാൻ പോയിന്റും ഒരു റേഡിയസ് കൊടുത്തും വരച്ചു. ഇങ്ങനെയാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. സർക്കിളിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് സി എൻ്റർ ആണ് സർക്കിളിൻ്റെ കമാൻഡ്. ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്, പോളിലൈൻ പ്ലസ് സർക്കിൾ. നിങ്ങൾ ഈ വീഡിയോ കാണുക, കണ്ടതിന് ശേഷം നന്നായി പ്രാക്ടീസ് ചെയ്യുക. കമൻറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തതിന് ശേഷം കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എക്സാമ്പിൾ സഹിതം നമ്മൾക്ക് ഡ്രോയിങ് വരച്ച് പഠിക്കാവുന്നതാണ്. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് പോയി കാണണം. ലൈൻ കമാൻഡിനെ പറ്റിയിട്ടൊക്കെ അതിൻ്റെ ബേസിക് ആട്ടോക്കാഡിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം പ്രീവിയസ് ട്യൂട്ടോറിയൽസിൽ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ പഴയ ട്യൂട്ടോറിയൽസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും പോയി കാണണം. അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.